സമൂഹ സേവയേക്കാൾ കുടുംബ സേവയേക്കാൾ മദ്യസേവയാണ് വലുതെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ സമൂഹത്തിൽ വളർന്നു വരുന്നതായും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബ തകർച്ചകൾക്കും ആത്മഹത്യകൾക്കും അപകടങ്ങൾക്കുമെല്ലാം വിനാശകാരിയായ മദ്യമാണ് പ്രധാന കാരണക്കാരനെന്നും ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. നമ്മുടെ മനസാക്ഷി മനസ്സിലാക്കി അതിനോട് ചോദിക്കണമെന്നും രണ്ടു പ്രാവശ്യങ്ങളോട് ചോദിക്കുക ഓരോ പ്രവൃത്തിയും അതിനെ കൊണ്ട് രക്ഷപ്പെടാൻ പ്രയാസമാണ്. എന്നും എനിക്ക് മന്ത്രവാദത്തിൽ അങ്ങനെയുള്ള വിശ്വാസമില്ല. പക്ഷെ എന്നാൽ ജനങ്ങളിൽ കഷ്ടം കാണുമ്പോൾ ഈ വിധിയെയും ഒക്കെ വിശ്വസിക്കേണ്ടി വരുന്നു. കർമ്മത്തിന് വിധിയൊക്കെ വിശ്വസിക്കേണ്ടി വരുന്നു. കാരണം ഓരോരുത്തരുടെ അനുഭവം കാണുമ്പോൾ അങ്ങനെയാണ്. സ്നേഹവാദ ബന്ധത്തിലാണ് ഈ ലോകം തിരിയുന്നത്. ബിന്ദുവെന്നാകുന്ന ലോകം നശിക്കും. അപ്പൊ നമ്മള് ഓരോരുത്തരും ശരീരങ്ങളുടെ മനസ്സുകൊണ്ടും പരസ്പരം വേറും ഓരോ പ്രദീപുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എങ്ങനെ ഐക്യതയെ കൊണ്ടുവരും? നമ്മളെ എപ്പോഴും മുൻപിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഐക്യതയെ കൊണ്ടുവരാൻ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? വരുന്നതിനെ സ്വീകരിക്കാനൊരു മനോഭാവം, പ്രസാദബുദ്ധിയെ സ്വീകരിക്കണമെന്ന് കൃഷ്ണൻ പറയുന്നത് അതുകൊണ്ടാക്കാം. അപ്പൊ പ്രസാദബുദ്ധി നമ്മളെ മുൻവിധി വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഭൂമിയാണ് സ്വർഗത്തെക്കാൾ സുന്ദരമെന്നും അതിനെ നരകമാക്കുകയാണ് ആധുനിക മനുഷ്യൻ ചെയ്യുന്നതെന്നും മോശം കർമ്മങ്ങൾക്ക് മോശം ഫലം കിട്ടുമെന്ന പ്രകൃതി സത്യം ആരും മറക്കരുതെന്നും അവർ ഓർമ്മിപ്പിച്ചു. ആത്മീയ മൂല്യങ്ങൾ നേടുകയെന്നാൽ സ്വയം തിരിച്ചറിവുള്ളവരായി മാറുകയെന്നതാണ്. സ്വന്തം മുഖത്തിന്റെ വൈകൃതം മറയ്ക്കാൻ കണ്ണാടി എറിഞ്ഞുടയ്ക്കുന്നവരാണ് പലരും. കാരുണ്യമുള്ള മനുഷ്യരുടെ വംശനാശമാണ് സമൂഹം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. വ്യക്തിബോധം സാമൂഹ്യബോധമായി മാറണം. മതബോധം മൂല്യബോധമായി മാറണം. ജാതിബോധം വിശ്വമാനവബോധമായി മാറണം. അമ്മ വിശ്വാസ സമൂഹത്തോടായി പറഞ്ഞു. ഏതു ഹൃദയവും തുറക്കാൻ കഴിയുന്ന സ്വർണ്ണത്താക്കോലാണ് വാക്കെന്നും വാക്കുകളുടെ ഊഷ്മളത തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വസന്തം സൃഷ്ടിക്കാൻ കഴിയുമെന്നും സ്നേഹമെന്ന പ്രാപഞ്ചിക സത്യത്തിൽ നിന്നും ആധുനിക മനുഷ്യൻ അകന്നു പോയതായും മാതാ അമൃതാനന്ദമയി ദേവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്വാമി ശിവാനന്ദ, സ്വാമി വേദാനന്ദ സരസ്വതി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ, പി ജെ കുര്യൻ എം.പി, ആന്റോ ആന്റണി എം.പി, കെ ശിവദാസൻ നായർ എം.എൽ.എ, രാജു എബ്രഹാം എം.എൽ.എ, ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് ടി.എൻ. ഉപേന്ദ്രനാഥ കുറുപ്പ്, എ.ജി. ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.